ജസ്റ്റ് നൗ ഗോട്ട് ഡിസ്ചാർജ്ഡ് ഫ്രം ആശുപത്രി. കുറച്ച് ഇൻറ്റേർണൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു ഗൈസ്. കൂലിക്ക് ഞാൻ ഇന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഇന്ന് ഉച്ചയായപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വന്നു. ഇന്ന് തന്നെ കൂലി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സക്സസ്ഫുള്ളി വി വാച്ച് ദ മൂവി കൂലി. ഓക്കെ, കൂലിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകളൊക്കെ മോശമായിട്ട് റിവ്യൂ ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ എനിക്കറിയില്ല. അത്രയ്ക്ക് മോശം റിവ്യൂ പറയേണ്ട ഒരു പടമൊന്നുമില്ല. നമുക്ക് കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. അത്ര മോശം പടമൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ തിയേറ്ററിലിരുന്ന് കണ്ട ആ തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് ഓസം. ഓക്കെ, ബിക്കോസ് ഒന്നാമത്തെ കാര്യം, ആ തിയേറ്ററിൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് തമിഴ് ആളുകളുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അവർക്ക് രജനീകാന്ത് എന്ന് പറയുമ്പോഴത്തേനും അവർക്കൊരു എന്താ പറയുക, അവർക്ക് ഭയങ്കര ആവേശമാണ്. സോ ഈ മൂവി കാണുന്ന ടൈമിൽ ഇങ്ങനെ രജനീകാന്തിൻ്റെ ഇൻട്രോയ്ക്കും അതുപോലെ ഓരോ സീൻസിനും അവർ കൊടുക്കുന്ന ആ ഒരു ആവേശം, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കിട്ടുമ്പം ഇവൻ ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടാണ് അപ്പുറത്തും ഇപ്പുറത്തും. ഓക്കെ, ലൈക്ക് എൻ്റെ പേരൻസ് ഇരിപ്പുണ്ട്, അവരുടെ കൂടാണ് ഞാൻ ഈ മൂവി വാച്ച് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഉള്ളിൽ ആ രജനി ഫാൻ ഒന്ന് തിളയ്ക്കുമല്ലോ, നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാകുമല്ലോ. ആ ഒരു സംഭവം, ആ ഒരു ഫീൽ, അതായത് ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് ഓസം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, അനിരുദ്ധിൻ്റെ BGM-ഉം ഓരോ സീൻസും എന്ത് രസമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നതെന്നറിയോ. ഓക്കെ, അത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അതായത് രജനീകാന്ത് വന്നപ്പം ഈ ഒരു ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു. മറ്റേ സൂപ്പർ സ്റ്റാർ രജനി 50 years ഒക്കെ എഴുതി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഓളം ഉണ്ടല്ലോ. ഓർക്കണേ, ഇത് 3rd day ആണ്. ഓക്കെ, 3rd ഡേയിലും തിയേറ്റർ ഫുള്ളായിരുന്നു. ലൈക്ക് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ ഞങ്ങളുടെ തിയേറ്ററിൽ, നമ്മളൊരു ചെറിയ സ്ഥലമാണ്, അപ്പോൾ ഞങ്ങളുടെ തിയേറ്റർ ഫുള്ളായിട്ടിരുന്ന 1-2 സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ. ആടുജീവിതം, എമ്പുരാൻ, ഇതൊക്കെ വന്ന സമയത്തായിരുന്നു തിയേറ്റർ ഇങ്ങനെ ഫുള്ളായിട്ട് നിന്നിട്ടുള്ളത്. അത് ചില പ്രത്യേക റീസൺസ് കാരണം. ഓക്കെ, പക്ഷെ ഇത് 3rd ഡേ ആയിട്ട് ഈ പടത്തിന് ഇത്രയും ആളുകളുണ്ട്. എന്തോരം ആളുകളാണ്, അത് എന്താവേശമാണ് ആൾക്കാർക്കൊക്കെ എന്നറിയോ. ഇത്രയും വയസ്സിലും ആ പുള്ളിക്കാരൻ ഇങ്ങനെ അഭിനയിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ ലുക്ക്. അതായത് അല്ലാത്ത ലുക്ക് അറിയാമല്ലോ രജനീകാന്തിന്, നമുക്ക് ഏജ് തോന്നിക്കും. പക്ഷെ ഇതിൽ പുള്ളിയെ ഒരുക്കിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴയ ആ സെയിം മാസ് ലുക്ക്. അതുപോലെ മറ്റേ പഴയ കാര്യങ്ങൾ പറയുമല്ലോ, പണ്ടത്തെ കാര്യങ്ങൾ പറയുമല്ലോ, അപ്പൊക്കെ ആ റിക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഉപേന്ദ്ര വന്നപ്പോഴും തിയേറ്റർ ഇങ്ങനെ ഇളകുമായിരുന്നു. ഉപേന്ദ്രയുടെ എൻട്രിക്കും എല്ലാ മനുഷ്യന്മാരും അലച്ച് എന്ത് രസമായിരുന്നു. ഈ ഫാൻസിന് വേണ്ടിയിരുന്ന് കാണാൻ എന്ത് രസമാണ്. ഇന്നേ വരെ ഒരു ഫാൻ ഷോയ്ക്ക് പോയിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഫാൻ ഷോയ്ക്ക് പോകണം എന്നുള്ളത്. ഭയങ്കര രസം. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശം പടമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്, ഓരോരുത്തർക്ക് കാണുന്നത് പോലെ ഇരിക്കും. ഓക്കെ, എനിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. തിയേറ്ററിൽ പോയി കാണാനൊക്കെ ഉള്ളതുകൊണ്ട് BGM-ഉം പടവും എല്ലാം വരുമ്പോൾ ഓക്കെ, ഫൈനാണ്, നല്ലതാണ് കാണാൻ. പിന്നെ ഈ ലോകേഷ് കനകരാജ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് എവിടേക്കോ വിക്രമുമായിട്ട് ചെറിയ സിമിലാരിറ്റീസ് എനിക്ക് തോന്നി. അതെനിക്കറിയില്ല, എനിക്ക് കണക്ട് ആവുന്നതാണോ ബാക്കിയുള്ളവർക്ക് കണക്ട് ആവുന്നില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരൻ എന്തൊക്കെയോ കണക്ഷൻസ് വിക്രവുമായിട്ടുള്ളതുപോലെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്തു. എന്തോ അതിലെ പോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ ഉള്ള പോലെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാർജുനയുടെ കോസ്റ്റ്യൂം, എന്ത് രസമാണ്. കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ കാണാനുള്ള ലുക്കും പുള്ളിക്കാരൻ്റെ സ്വാഗും ഒക്കെ നൈസ്. പക്ഷേ വില്ലൻ റോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താണോ എനിക്കറിയത്തില്ല, പുള്ളിക്കാരൻ നായകനായിട്ട് മാത്രം കണ്ടു വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കാം എന്നിട്ട് വില്ലൻ റോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്കറിയില്ല, മോളിൽ കൂടെ മോണിക്ക സോങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഇട്ടേക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ആ ഓളം ഇതുവരെ പോയിട്ടില്ല. ഓക്കെ, ആ സോങ് ആ മൂവിയിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പൂജ ഹെഡ്ഗേ അല്ലേ പുള്ളിക്കാരിയുടെ ഡാൻസും സൗബിൻ്റെ ഡാൻസ്. അതായത് എൻ്റെ പപ്പ ഈ സിനിമ കാണാൻ പോകുന്നതിന് പിന്നെ പപ്പ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും സൗബിനെ ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്, സോ എങ്ങനെ ഉണ്ടായിരിക്കുന്നത് എനിക്ക് കാണണം എന്നൊരാഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പപ്പ വളർന്നിരുന്നത്. ഓക്കെ,
സൗബിൻ്റെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് സത്യമായിട്ടും ജനുവനായിട്ട് പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നന്നായിട്ട് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കൊടുത്ത സാധനം പുള്ളിക്കാരൻ നല്ല പോലെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതുപോലെ ആ നാഗാർജുനയുടെ മോനായിട്ട് വന്ന ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുക്കൻ്റെ അഭിനയം കൊള്ളാം. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് 2 വട്ടം ബാബുരാജിനെ കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. 2 വട്ടം ഞാൻ ബാബുരാജിനെ കണ്ടു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് ബാബുരാജിന് വല്ല ഡയലോഗ് ഉണ്ടായിരുന്നു, ഇനി ഞാൻ മറന്നുപോയതാണോ? ബാബുരാജ് എന്തിനായിരുന്നു അറിഞ്ഞൂടാ. പുള്ളി വന്നു മരിച്ചു, അത്രയാണ് എനിക്ക് തോന്നിയത്. വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. പുള്ളിക്കാരന് എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീർ ഖാൻ വന്നപ്പോഴും അമീർ ഖാൻ്റെ എൻട്രിക്ക് എന്തോ ഒരു എനർജറ്റിക് ആയിരുന്നു. ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ആവേശം, ഭയങ്കര ഓളം വെപ്പൊക്കെ ആയിരുന്നു. പക്ഷെ അമീർ ഖാൻ ഒരുമാതിരി അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് ബീഡി വലിച്ചിട്ട് പോകേണ്ട അവസ്ഥയാണ്. വേറൊന്നും ഇല്ല, ജസ്റ്റ് വന്നു. ക്ലൈമാക്സ് എനിക്ക് അങ്ങോട്ട് വലിയ എന്തോ ആ ഒരു എക്സ്പെക്റ്റഡ് സാധനം വന്ന പോലെ തോന്നിയില്ല. പക്ഷെ ഓവറോൾ പടം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പപ്പയുടെ പരാതി എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജനീകാന്ത്, അതായത് ശ്രുതി ഹാസൻ തിരിച്ചറിഞ്ഞില്ല സ്വന്തം അച്ഛനാണ് ഈ നിൽക്കുന്നത് എന്നുള്ളത്, തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പപ്പയുടെ വിഷമം. എൻ്റെ വിഷമം എന്താ വെച്ചാൽ അമീർ ഖാനെ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നല്ലേ. ഞാൻ ഓർത്ത് അമീർ ഖാൻ വരുന്നു എന്നൊക്കെ കേട്ടപ്പം വിക്രമിനകത്ത് സൂര്യയുടെ കണക്ക് എന്തെങ്കിലും ഒരു സാധനം വരും. എനിക്ക് എന്തോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. ഓവറോൾ എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. രജനീകാന്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഓർക്കുന്നത് എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഇത്രയും വയസ്സായിട്ട് പുള്ളിക്കാരൻ എന്ത് നൈസായിട്ടാണ് അഭിനയിക്കുന്നത്. നല്ല വയസ്സുണ്ടെന്ന് ഓർത്ത്, നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ഓക്കെ, 9 വർഷമായി സിനിമയിലൊക്കെ വന്നിട്ട്. എന്ത് കിടിലമായിട്ടാണ് പുള്ളിക്കാരൻ അഭിനയിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ആ സ്റ്റൈലും ഒന്നും ഇതുവരെ പോയിട്ടില്ല. ഈ ഏജിലും പുള്ളിക്കാരൻ നല്ല നൈസായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും കിടിലമാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ മലയാളി മറ്റേ മിടുക്കിക്കകത്തൂടെ വന്നൊരു ചേച്ചിയുണ്ട്, റബേക്കയാന്ന് തോന്നുന്നു, റീബയാണോ റബേക്കയാണോ, അങ്ങനെ ഒരു ചേച്ചിയുണ്ട്. അങ്ങനെ അതിനകത്ത് എനിക്ക് മനസ്സിലാത്ത ആ ഒറ്റ പോയിന്റ്, ഈ ബാബുരാജിനെ ഞാൻ 2 വട്ടം കണ്ട പോലെ ഓർമ്മയുണ്ട്. ബാബുരാജ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അറിഞ്ഞൂടാ. അങ്ങനെ വന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ സൗബിന് നല്ല റോളുണ്ടായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ അടിപൊളി റോളുണ്ടായിരുന്നു. സൗബിൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് സൗബിൻ. ഓവറോൾ എനിക്ക് ആ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേണം. നമ്മൾ ചിലപ്പോൾ ടി വിയിൽ കണ്ടാൽ നമുക്ക് അത്രയും ഫീൽ കിട്ടില്ല. ഓക്കെ, ഈ BGM ഈ മ്യൂസിക്കും ആ ആക്ഷൻസും എല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയും. നമുക്ക് കാണുന്നതുകൊണ്ട്, അതായത് എന്താ ഇപ്പം ഞാൻ പറയാം, കുറേ പേര് മോശം റിവ്യൂ പറയുന്നതായിട്ട് എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല. ഞാൻ ജനുവനായിട്ട് തന്നെ പറയാണ്, എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല. നല്ല പടമായിട്ട് എനിക്ക് തോന്നി. റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കണ്ടിരിക്കാം, നല്ല പടമാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയി കണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്ന തിയേറ്ററിലുണ്ടായിരുന്ന എല്ലാ ആളുകളും തന്നെ എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം അവരുടെ ആവേശമൊക്കെ കാണുമ്പോഴേ നമുക്കറിയാലോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോർഷൻ കാണിച്ചു തരാം. എനിക്കറിയില്ല, കോപ്പിറൈറ്റ് എനിക്കൊന്നും എനിക്കറിയില്ല. പക്ഷേ വട്ടവർ ഞാനത് കാണിച്ചു തരാം, കാരണം നല്ല ആവേശം ഉണ്ടായിരുന്നു. ഇതിലും കൂടുതൽ ആവേശം ഇതിന് മുന്നത്തെ ഡേയ്സ് ഉണ്ടായിരുന്നായിരിക്കണം. ഇതിപ്പോൾ 3rd ഡേ ആയെന്ന് ഓർക്കണോ, മനസ്സിലായോ? എനിവേ നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം.